വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നാടൻ പപ്പായ തോരനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായ തോരൻ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? നമ്മുടെ വീട്ടിൽ കറിക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം പോയി നോക്കുക പപ്പായ മരത്തിലായിരിക്കും, തോരനൊന്നും ഇല്ലെങ്കിൽ. സാധാരണ വെക്കണ പോലെയല്ല കേട്ടോ, ഞാനിന്ന് പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ട് അതിലാണ് വെക്കുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും അകത്തിട്ട് തന്നെ പോകണല്ലേ. പിന്നെ പുറത്ത് അടുപ്പിട്ടിട്ട് പാചകം ചെയ്യുമ്പോൾ മിക്കവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. കൂടുതൽ വ്യൂസ് ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള വീഡിയോസ്. അപ്പം ഞാൻ ഇവിടെ ഒരു പപ്പായ നട്ടിട്ടുണ്ട്. എത്രയൊക്കെ വളം ചെയ്തിട്ടോ അതിൽ കുഞ്ഞു കുഞ്ഞു പപ്പായ ഉണ്ടാവുന്നുള്ളൂ. ഞാൻ വിചാരിച്ച് തോരൻ വെക്കാമെന്ന്. അപ്പോൾ നമുക്കിന്ന് പപ്പായ തോരൻ വെക്കാം. അത് പുറത്തടുപ്പിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, പണ്ടത്തെ രീതിയിൽ അമ്മമാർ വെക്കണ പോലെ. അപ്പോൾ നമുക്ക് ആദ്യം കപ്പങ്ങ പറിക്കാൻ പോവാം. ഞങ്ങൾ കപ്പങ്ങയെന്ന് പറഞ്ഞിട്ട് പറയണം. പപ്പായ, കപ്പങ്ങ, പിന്നെ ഓമക്കയെന്ന് പറയാൻ തോന്നണം അല്ലേ. എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ എത്തിച്ച് പറിക്കാവുന്ന അത്രയും പൊക്കത്തിലാണ് കപ്പങ്ങ നിൽക്കുന്നത്. ഇതിന് ഞാൻ വളമൊക്കെ ചെയ്തായിരുന്നു. ആദ്യം വളമൊന്നും ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കപ്പങ്ങ ഉണ്ടാവും. പിന്നെ ഞാൻ കഞ്ഞിവെള്ളവും ചാണകം കലക്കി വെച്ചിട്ട് 2 ദിവസം വെച്ചിട്ട് കമത്തി ഒഴിക്കും. അപ്പോൾ അങ്ങനെ വെച്ച് ഒഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കപ്പങ്ങ ഒന്ന് വലുതാകാൻ തുടങ്ങിയതായിരുന്നു. കപ്പങ്ങ എപ്പോഴും പറിക്കുമ്പോൾ നല്ല മൂത്തത് പറിക്കരുത്, ഒരുവിധം ഇളയത് പറിക്കണം, അല്ലെങ്കിൽ മധുരിപ്പുണ്ടാവും. ചിലപ്പോൾ ഏറ്റവും അടിയിലത്തെ എടുക്കുമ്പോൾ ആദ്യം ഉണ്ടായതെടുക്കുമ്പോൾ മൂത്തതായിരിക്കുമല്ലോ. അപ്പോൾ തീരെ കക്കായിട്ട് എടുക്കരുത്, ഒരുവിധം ഇടക്ക് നിൽക്കണ ഒരു കപ്പങ്ങ പറിച്ചെടുക്കാം. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഓണത്തിന് ഒരു മുറ പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെടി തന്നായിരുന്നു. അതായത് 4 ഇല പ്രായമുള്ള മുളകിൻ്റെയും വെണ്ടക്കയുടെയൊക്കെ കുരുവല്ല, തൈയായിരുന്നു. കായ ഉണ്ടാകാൻ തുടങ്ങിയത് ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയമായപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു 4 മുളക് പറിച്ചെടുക്കാം. ഉണ്ടമുളക് ശരിക്കും എൻ്റെ വീട്ടിലുണ്ടായിരുന്നതാണ് നേരത്തെ. അത് എൻ്റെ എരിവ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പച്ചമുളക് എടുക്കാമെന്ന് വിചാരിച്ചു. 4 പച്ചമുളക് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ബജ്ജിമുളകൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. പക്ഷേ ബജ്ജിമുളക് അത്രയ്ക്ക് വലുതാകണില്ല. സാധാരണ പച്ചമുളകിൻ്റെ അത്രയും മഞ്ഞുള്ളൂ, വളം ഇല്ലാഞ്ഞിട്ടാണ് തോന്നുന്നത്. ഈ കപ്പങ്ങയുടെ തൊലി നന്നായിട്ട് ചെത്തിക്കളയണം. ചറ ഉണ്ടാവുമെങ്കിലും നമ്മൾ ചെത്തി കഴിഞ്ഞിട്ട് കഴുകിയാൽ മതി, അപ്പോൾ പൊയ്ക്കോളും. കപ്പങ്ങ തോരൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ലേ? മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതായിരിക്കും. ഇത്തിരി സ്ഥലമുള്ളിടത്തൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സംഭവമാണ് കപ്പങ്ങ. പൈപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പുറത്ത് പൈപ്പുള്ള സ്ഥലമില്ലേ, അതിൻ്റെ പറ്റൊക്കെ കൊണ്ട് നട്ടാൽ മതി. വലിയ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആൺപപ്പായക്ക് പൂവുണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ വള്ളി പോലെ വന്നിട്ടായിരിക്കും പൂവുണ്ടാവണത്. ഇനി വള്ളി പോലെ വന്നിട്ട് കായ ഉണ്ടാകണതുണ്ടെങ്കിലും ചിലതൊക്കെ വലുതാവില്ല, ചെറിയ ചെറിയ കായകളായിരിക്കും. പെൺപപ്പായക്ക് പൂ അതിൻ്റെ കടയിൽ തന്നെ, ഇല വന്നതിൻ്റെ കടവശത്ത് തന്നെ പൂവുണ്ടാകും. ആ പൂ കൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ കപ്പങ്ങ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പപ്പായ നന്നായിട്ട് ചെത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഞാനത് ചെത്തുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയായിരുന്നു. ഭാഗ്യത്തിനാണ് കൈമുറിയാതിരുന്നത്. ഇനി കാവട്ടിയില്ലേ, കാവട്ടി എന്നാണ് ഈ സംഭവത്തിനെ പറയണത്. അത് കാവട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഉരച്ചെടുക്കുക. ബീട്രൂട്ട് ഉരച്ചെടുക്കില്ല, അതുപോലെ ഒന്ന് ഉരച്ചെടുക്കുക. മുറിച്ചെടുക്കണതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഉരച്ചെടുക്കണമായിരിക്കും കേട്ടോ. തീ കത്തിക്കാനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യണ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിരട്ട കൊണ്ട് ഗ്യാസിൻ്റെ പുറത്ത് വെച്ച് കത്തിക്കും. ഒരു ചിരട്ട കത്തിക്കഴിയുമ്പോഴേക്കും ഞാൻ അടുപ്പ് കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിരട്ട വെച്ചിട്ട് കത്തിയ ചിരട്ട അതിൻ്റെ മുകളിലെടുത്ത് വെക്കും. പിന്നെ അതിലേക്ക് വിറക് വെച്ചിട്ട് പെട്ടെന്ന് കത്തി റെഡിയാവും കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഗ്യാസിൻ്റെ പുറത്ത് ചിരട്ട വെച്ച് കത്തിക്കുമ്പോൾ നമ്മൾ നിന്ന് ചെയ്യണം, അല്ലെങ്കിൽ ആകെ മൊത്തം കുളമാകും. ചിലപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിക്കും. കത്താൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. നന്നായിട്ട് കത്താൻ നിന്ന് കഴിഞ്ഞാൽ ചിരട്ട പൊട്ടി ഇങ്ങനെ വിടർന്ന് 4 പാട് വീഴൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അറിയാത്തവർ ആ പരിപാടിക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. ഞാനിങ്ങനെ ചെയ്യണ ഒരാളെന്നോട് ചോദിക്കണേ, എന്താണ് ഗ്യാസിന് തീവ്രമായത് കൊണ്ടാണ് അതിൻ്റെ പുറത്ത് ചിരട്ടയും കൂടി വെച്ച് കത്തിക്കണേന്ന് ചോദിച്ചത്. ഞാനൊരു മുറത്തിൽ എല്ലാ സംഭവവും റെഡിയാക്കി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിലെ വാഴയുടെ കൂമ്പൊടിഞ്ഞ് വീണായിരുന്നു. ഞാൻ ആ കൂമ്പ് എടുത്തിട്ട് നിവർത്തി വെച്ചിരിക്കുകയാണ്. അതിലേക്കാണ് ചീകിയിട്ടത്. സവാള ഉണ്ടായിരുന്നത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇവിടെ അടുപ്പ് കത്തിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വിറകിൻ്റെ കൂട്ടത്തിൽ ഒരു പൊതിമുട്ടലും കൂടി വെച്ച് കത്തിച്ചായിരുന്നു. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ പുക അങ്ങോട്ട് വരാൻ തുടങ്ങി. പുക വന്ന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി, ആകെ പ്രശ്നമായി.
സവാള ഒന്ന് നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പച്ചമുളകൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വാടുന്നത് വെച്ച് കഴിഞ്ഞാൽ സവാള ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് സവാളയും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞ കളറിലെ കറിയല്ലേ ഇത്, അപ്പോൾ അതുകൊണ്ടാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയെ ഞാൻ ചേർത്തിട്ടുള്ളൂ, കാരണം 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കാം. പപ്പായ തോരൻ ശരിക്കും ക്യാബേജ് തോരനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ക്യാബേജ് തോരനാണെന്നേ തോന്നുള്ളൂ. ഇനി നമുക്ക് ഈ പപ്പായയിൽ ഈ മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഞാൻ ഓർത്തത്, കുറേ വർഷം മുമ്പ്, അതായത് എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് എൻ്റെ അടുത്ത വീട്ടിലെ കല്യാണത്തിന് ക്യാബേജ് റെഡിയാക്കുമ്പോൾ ഞാൻ അവിടെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണേണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ എല്ലാവരും കൂടിയാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സഹായിക്കാനിരിക്കണേണ്. അതിൻ്റെ ഇടയിൽ എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് പോയപ്പം ക്യാബേജിൻ്റെ അടുത്ത് ഞാൻ മാത്രമായി. അങ്ങനെ ഞാൻ ക്യാബേജ് ഇങ്ങനെ വേഗണത് നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാക്ക പറന്നിങ്ങോട്ട് വന്നിട്ട് ക്യാബേജിൻ്റെ കറിയുടെ നടുക്കോട്ട് അപ്പിട്ടിട്ട് പോയി കളഞ്ഞു. അയ്യോ, എനിക്ക് ആകെ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കല്യാണ വീട്ടിലെ പരിപാടിയാണ്, ഇറച്ചിക്കറി, അതിൻ്റെ ഇടയിൽ നമ്മൾ വിളമ്പാനാണ്. ഇറച്ചിക്കറി ഉണ്ടാവും, ചെമ്മീൻ ചാറ് കറി ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പച്ചക്കറിയായിട്ട് എല്ലാവരും, ഞങ്ങളുടെ മുളകുപാടൊക്കെ അങ്ങനെയാണ്, കുറേ നോൺ വെജിൻ്റെ ഇടയിൽ ഒരു പച്ചക്കറിയായിട്ട് നമ്മൾ വെക്കുന്നത് ക്യാബേജ് ആയിരിക്കും. അപ്പോൾ ആ ക്യാബേജിൽ തന്നെ ഇങ്ങനൊരു പണി കിട്ടിയാൽ എന്താ പറ്റുക. പിന്നെ അതിൻ്റെ മെയിൻ കുക്ക് വന്നിട്ട് പറഞ്ഞു, സാരമില്ല, ഇതൊക്കെ ഈ പരിപാടിയിലുള്ളതാണ്, അത് ഓപ്പൺ എയറിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ കാക്ക അപ്പിയുടെ ഭാഗത്തുനിന്ന് മാത്രം ഇങ്ങനെ എടുത്ത് കളഞ്ഞു. അത് അന്നേരം കലവറയിലുണ്ടായിരുന്ന ആരും കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇതുപോലെ പായസത്തിലൊക്കെ വന്ന് വീണിട്ടുണ്ട്, എനിക്കറിയാം. പല സ്ഥലത്തും ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം എന്നാലും ആ കാക്കയുടെ അഹങ്കാരം ഒന്ന് ഓർത്ത് നോക്കിയാലേ, കാക്കക്ക് വേറെ എങ്ങോടെങ്കിലും പോയിക്കൂടെ, അത് കറക്റ്റായിട്ട് പുള്ളി മനഃപൂർവ്വം ചെയ്യണതാണ്. നമ്മളെവിടെയെങ്കിലും ഇരിക്കണ നേരത്ത് കാക്ക കറക്റ്റായിട്ട് മുകളിൽ വരും, എന്നിട്ട് ഒരു 90 ഡിഗ്രി 2 കാലും ഇങ്ങനെ അകത്തി വെച്ചിട്ട് കറക്റ്റ് നോക്കും, എന്നിട്ട് കറക്റ്റായിട്ട് പുള്ളി പണി തരും. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തേങ്ങയും കപ്പങ്ങയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഈ സമയത്ത് മഴ വരുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇരുണ്ട് കൂടിയിട്ടുണ്ട്. മിക്കവാറും ഇത് വേവിച്ചെടുക്കണ കാര്യം കഷ്ടമെന്ന് എനിക്ക് തോന്നുന്നത്. കറി റെഡി ആയിട്ടുള്ള മണം വന്നപ്പോഴേക്കും നമ്മുടെ കാശി ഒരു പാത്രമൊക്കെ ആയിട്ട് വന്നേക്കണേ. പുള്ളി പക്ഷേ എരിവെള്ളതൊന്നും കഴിക്കൂല കേട്ടോ, പുള്ളി ആകെ ചോറും പപ്പടം ഒക്കെ കഴിക്കാറായിട്ടുള്ളൂ. എന്നാലും പുള്ളി ഒരു പാത്രം ഇട്ട് വന്നേക്കണേണ്, അമ്മ എനിക്കെന്താന്ന് പറഞ്ഞിട്ട്. ഞാൻ 1-2 പ്രാവശ്യം പാത്രം തുറന്നിട്ട് അതിൻ്റെ മൂടി തുറന്നിട്ട് ഇളക്കി വെച്ചായിരുന്നു. അപ്പോൾ മഴ വന്നതിന് മുമ്പ് നമുക്ക് പരിപാടി നിർത്തി പോവാം. ഒരുവിധം വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മഴ നന്നായിട്ട് പൊടിഞ്ഞു തുടങ്ങി. അതുപോലെ തന്നെ കറി വെന്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരുവിധം വേവിച്ചെടുത്തു ഞാൻ. അപ്പോൾ ഇനി മഴ വരണത് നോക്കിക്കൊണ്ട് വേണം ഇനി ചെയ്യാനായിട്ട്. വൈകുന്നേര സമയത്ത് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. മഴ മാറണില്ല, എപ്പോഴും മഴയാണ്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് നോക്കാം. ഇന്ന് ഞാൻ കറി വെച്ചത് അയില കറിയും പിന്നെ അയില വറുത്തുണ്ടായിരുന്നു. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ.
അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. അടുപ്പിൽ തന്നെ വെക്കണമെന്ന് ഞാൻ പറയണില്ല. പിന്നെ അടുപ്പിൽ നിങ്ങൾ എന്തെങ്കിലും കറി വെക്കാൻ നേരത്ത് ചവറിട്ട് കത്തിക്കരുത്. നല്ല വിറകിട്ട് വേണം കത്തിക്കാനായിട്ട്. ചവറിട്ട് പരമാവധി കത്തിക്കരുത്. ഈ സംഭവത്തിന് ഒരു പുകചുവ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിൽ ഞെക്കുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണിക്കും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ആരും ബെല്ലൈക്കൺ അമർത്താണ്ടില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഷോ ആയിട്ട് വരാം. താങ്ക്